ഇതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമ്മൾ എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ കയ്യിൽ മുള പൊട്ടാറുണ്ട്. അപ്പോൾ മുള പൊട്ടി കഴിഞ്ഞാൽ സാധാരണ ഇത് അധികം ആരും കുക്ക് ചെയ്യാനായിട്ട് എടുക്കില്ല, നമ്മളിത് കളയുകയാണ് ചെയ്യുക. ഇത് കളയാതെ നമ്മളിത് യൂസ് ചെയ്തിട്ടുള്ള കുറേ നല്ല ടിപ്സ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇതുപോലുള്ള ഫ്രിഡ്ജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിനകത്ത് നല്ല പോലെ തന്നെ ഐസ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് എപ്പോഴും ക്ലീൻ ആക്കുന്ന സമയത്ത് ഫ്രീസറിനകത്ത് ഇതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് ആ ഒരു പീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എല്ലാവരുടെയും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സ്റ്റാർച്ച് മുഴുവനായിട്ട് ആ ഫ്രീസറിനകത്ത് ആവുന്ന രീതിയിലാക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഫ്രീസറിനകത്ത് നല്ല പോലെ തന്നെ കട്ടിക്ക് ഐസ് കട്ടയായിട്ട് പിടിക്കാതെ നമ്മളില്ലെങ്കിൽ പാത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ബോക്സിലാക്കിയിട്ട് വെച്ചാലും ഫ്രീസറിനകത്ത് അത് ഒരു ഐസ് ഇങ്ങനെ കട്ട പിടിച്ചിട്ട് നമുക്കത് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വെക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനും ഫ്രിഡ്ജിനകത്ത് കൂടുതലായിട്ട് ഇങ്ങനെ ഐസ് കട്ട പിടിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ബില്ലും കുറഞ്ഞ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ